എല്ലാവർക്കും നമസ്കാരം. ആദ്യ നവി വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്റെ കുടുംബത്തിന്റെ വക എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറ. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ഇന്ന് ഞങ്ങൾ ന്യൂ ഇയർ ആയിട്ട് ഒരു പ്ലം കേക്ക് ചെയ്തു. ഇന്ന് ന്യൂ ഇയറിന് കട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു കോൺഫിഡൻസിലാണ് ഈ വർഷം ചെയ്തു നോക്കിയത്. അപ്പോൾ ആ ഒരു കേക്ക് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. പിന്നെ അതുപോലെ ഇന്ന് ഞങ്ങൾ ഇപ്പോൾ നാളെ ഇവിടെ എല്ലാവർക്കും ഹോളിഡേ ആണല്ലോ. അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ ക്യാമ്പിങ്ങിനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ പോകുന്ന സമയത്ത് കുറേ ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടാവും 12 o'clock. അപ്പോൾ ആ സമയത്ത് കട്ട് ചെയ്യാന്നുള്ള പ്ലാനിലാണ് കേക്ക് ചെയ്തത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ആരാ കേക്ക് ഉണ്ടാക്കിയേ? അപ്പോൾ ഞങ്ങളിതാ പോകാനുള്ള റെഡിയായി നിൽക്കുകയാണ്. റെഡിയായി നിന്നിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ എങ്ങനെയാണ് കേക്ക് ചെയ്തതെന്നൊന്ന് കണ്ടിട്ട് വരാം. പ്ലം കേക്കിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ, 1/2 കപ്പ് പഞ്ചസാര, 3 മുട്ട, അതുപോലെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ചുക്ക്, ജാതിക്ക, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഉപ്പ്, വാനില പൗഡർ, ബട്ടർ, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1/2 കപ്പ് പഞ്ചസാര ഞാൻ ഇതുപോലെ ഉരുക്കി തണുപ്പിച്ച് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈഡ് ഫ്രൂട്ട്സ് ആണ് വേണ്ടത്. ഒരു 8 മാസം മുമ്പ് ഞാൻ റമ്മിൽ സോക്ക് ചെയ്ത് ഇതുപോലെ ഇതാ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് ഭാഗം ഒരു തവണ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് ബാക്കിയുള്ള ഒരു ഇതാണ് ഇരിക്കുന്നത്. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പഞ്ചസാര സിറപ്പാക്കി മാറ്റിയായിരുന്നു ചെയ്തത്. ഇതുപോലെ വെള്ളം ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ചെറിയ തീയിൽ ഇളക്കി കൊടുത്തു. നന്നായിട്ട് തിളച്ച് കട്ടയായപ്പോൾ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് സിറപ്പാക്കി മാറ്റി വെച്ചു. ഈ ഡ്രൈഡ് ഫ്രൂട്ട്സിൽ വരുന്നത് കിവി ഉണ്ടായിരുന്നു, ആപ്രിക്കോട്ട്, ഫിഗ്, മുന്തിരി, അതുപോലെ ട്യൂട്ടി ഫ്രൂട്ടി, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഇപ്പോൾ ഫ്രഷ് ആയിട്ട് ഞാൻ കുറച്ച് ഡേറ്റ്സ് കൂടെ അരിഞ്ഞ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് മൈദയും 1/4 കപ്പ് പഞ്ചസാരയാണുള്ളത്, അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ജാതിക്ക, പട്ട, ചുക്ക്, ഗ്രാമ്പു, ഏലക്ക എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഇതുപോലെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു വലിയ പാത്രത്തിലേക്ക് 3 മുട്ടയുടെയും വെള്ളം സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നുണ്ട്. വെള്ളം സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ അടിച്ച് പതപ്പിച്ചൊന്ന് എടുക്കുന്നുണ്ട്. നന്നായിട്ട് പതപ്പിച്ച് എടുത്തു. അതിലേക്കാണ് നമ്മൾ ബാക്കിനി എല്ലാം പഞ്ചസാര 2 തവണകളായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ബ്ലെൻഡ് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു തവണ പകുതി സ്പൈസസും പഞ്ചസാരയും കൂടെ പൊടിച്ചു വെച്ചിരിക്കുന്നത് പകുതി ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്തു. അതിലേക്ക് വീണ്ടും പകുതിയോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. പിന്നെ ബാക്കി വെച്ചിരുന്ന മുട്ടയുടെ മഞ്ഞ കൂടി ചേർത്തു. പിന്നെ ഇത് റൂം ടെമ്പറേച്ചറിലേക്ക് മാറ്റിയ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, അതുപോലെ വാനില പൗഡർ, കുറച്ച് ഉപ്പ്, ഇത്രയും കൂടെ അളന്നെടുത്ത് വെച്ചതാണ്. അപ്പോൾ അത് നേരിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മൈദ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആ 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുത്ത് സ്പാച്ചുല വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ യോജിക്കുന്ന വിധം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ സോക്ക് ചെയ്ത് വെച്ചായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് അതിലേക്ക് കുറച്ച് മൈദ ആഡ് ചെയ്തിട്ട് അത് ഗ്രാവിറ്റി കൊണ്ട് സെറ്റിലായി പോകാതിരിക്കാൻ വേണ്ടി ആഡ് ചെയ്ത് ഈ ബട്ടറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതോടെ ചേർത്ത് ഇളക്കി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയി പോകും നമ്മുടെ ഈ ബാറ്ററിന്. ഈ തിക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചായിട്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്കിവിടെ ഞാൻ ഉണ്ടാക്കിയ ഫുൾ സിറപ്പും, എനിക്ക് ഒരുപാട് സിറപ്പ് ഉണ്ടായിരുന്നില്ല, ഒരു 1/4 കപ്പിൽ മേലെ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഫുൾ സിറപ്പ് എനിക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പം ഞാൻ ഇതുപോലെ എല്ലാ ഭാഗത്തു നിന്നും ഒന്ന് ഇളക്കി ബാറ്റർ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ആ ഒരു സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ചായിട്ട് ആഡ് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ഒരുപാട് ഒറ്റയടിക്ക് ആഡ് ചെയ്തുമ്പോഴത്തേക്കും വെള്ളം ഒരുപാട് കൂടിപ്പോകും. പക്ഷേ എനിക്കിവിടെ മുഴുവനും യൂസ് ചെയ്തു. ഷുഗർ സിറപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലായിടത്തേക്കും ഈവനായിട്ട് അതൊന്ന് എത്താൻ വേണ്ടിയിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. സൈഡിലുള്ളത് എല്ലാം കൂടെ തൂത്ത് സെൻറ്ററിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഫൈനൽ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അതിനുശേഷം ഒരു റെക്റ്റാങ്കുലർ ട്രേ ആണ് എടുത്തത്. അതിൽ ബട്ടറൊക്കെ നന്നായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. മൊത്തമായിട്ടും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജൂനിയർ ഷെഫ് ഋതുമോളാണ് ഇന്ന് കാഷ്യൂനട്ട്സൊക്കെ വെച്ച് തരുന്നത്. കാഷ്യൂനട്ടൊക്കെ വെച്ചതിന് ശേഷം നമ്മളിത് ഓവനിൽ ഓട്ടോമാറ്റിക്കായിട്ടാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. എനിക്കൊരു 40 minutes ആണ് ടോട്ടൽ എടുത്തത്.
35 to 40 ഏകദേശം ആ ഒരു ടൈമിൽ ഞാൻ എടുത്തു നോക്കുമ്പോഴത്തേക്കും ഇതുപോലെ നല്ലൊരു കളറിൽ നല്ല പൊങ്ങി നല്ല സൂപ്പർ ലുക്കിൽ വന്നിട്ടുണ്ട്. ഏതായാലും വെന്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു മതിച്ച കോല് കുത്തി നോക്കുന്നുണ്ട്. അതിലോട്ട് ഒട്ടും മാവ് പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉള്ളു കുക്കായിട്ടുണ്ടെന്ന് മനസ്സിലായി. അതിനുശേഷം നമ്മളിതൊന്ന് തണുത്തിട്ട് വേണമല്ലോ ഡിമോൾഡ് ചെയ്യാൻ. അപ്പോൾ തണുക്കാൻ വേണ്ടി കുറച്ച് നേരം വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഡിമോൾഡ് ചെയ്ത് എടുക്കുവാണ്.